നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞ് ഏകദേശം 5 മാസം കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ഥാനാർത്ഥി ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ നന്ദി പറയാൻ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്കിടയിലേക്ക് എത്തും. എന്നാൽ 5 മാസത്തിന് ശേഷം നമ്മുടെ ലക്ഷദ്വീപിൽ ഓരോ ഐലൻഡിലേക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ MP ആയിട്ടുള്ള ഹംദുള്ള സയ്യിദ് വരികയാണ്. അപ്പോൾ ഹംദുള്ള സയ്യിദ് ഓരോ ദ്വീപിലും പോകുമ്പോൾ ആ ദ്വീപിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ലഡു കൊടുക്കും, അല്ലാതൊക്കെ പ്രാദേശികമായിട്ടുള്ള സംവിധാനം. എന്നാൽ ഒരു ദ്വീപിലെ 7 കിൻഡൽ 700 കിലോ ബീഫും അതോടൊപ്പം തന്നെ ഏകദേശം 1000 കിലോയോളം മറ്റ് റൈസ് കാര്യങ്ങളൊക്കെ കൂടി ഒരു വലിയ ബഡാ ഖാന എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയാണ്. എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ഈ ഐലൻഡിലുള്ള എന്ന് വെച്ചാൽ കടമത്ത് എന്ന് പറയുന്ന ഐലൻഡിലുള്ള മുഴുവൻ വീടുകളിലേക്കും ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം എത്തിച്ചുകൊണ്ടാണ് ഇവർ ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നമ്മൾ കോൺഗ്രസിൻ്റെ വലിയ പതാക ഈ ഭാഗത്ത് മൊത്തം ഉയർത്തി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനെ ചെയറൊക്കെ ഇട്ട് അങ്ങനെ തന്നെ കഴിക്കാന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു പ്ലേറ്റിൽ തന്നെ 4 പേരൊക്കെ ഒന്നിച്ച് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം അത് കാണാം, നിലത്തിരുന്ന് വളരെ മനോഹരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമാണ്. ഇത് ദ്വീപിൽ തന്നെ കാണുള്ളൂ കേട്ടോ. ഇവരുടെ ഒരു ഐക്യവും ഇവരുടെ ഒരു കൂട്ടായ്മയും ഒക്കെ ലക്ഷദ്വീപിൻ്റെ തന്നെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ബഡാ ഖാന എന്ന് പറയുമ്പോൾ ഇവരൊന്നിച്ച് ഒരു നാട് മുഴുവൻ ഇവരുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ വീടുകളിലേക്കും ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. പുരുഷന്മാരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം MP ഇവിടെ വന്നിറങ്ങിയത് മുതൽ ദിവസങ്ങളോളം ഈ ദ്വീപിൽ പര്യടനമാണ്. ഏകദേശം 10 കിലോമീറ്ററിനടുത്താണ് ഈ ദ്വീപിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇവിടെ കാണാം നമുക്ക്. ഇതെന്ത് ചോറാണ്? ശരിക്കും ബിരിയാണിയാണ്. ലക്ഷദ്വീപ് ബിരിയാണിയാണ്. ലക്ഷദ്വീപ് സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത് എന്ത് അരിയാണത്? ഇത് ലക്ഷദ്വീപിലെ നാടൻ അരി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇതാണ് ഇവിടുത്തെ നമ്മുടെ സാധാരണ അരി തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത് എന്നാണ് പറയുന്നത്. വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എന്നാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഒരുപാട് ചെമ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. കാരണം ഇത്രയും ആളുകൾക്ക് 10-15,000-ഓളം ആളുകളുള്ളൊരു ദ്വീപാണ് ഈ കടമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് 700 കിലോ ബീഫ് വെച്ച് ഒരു പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഇവിടെ റൈസ് നമുക്കൊന്ന് ആദ്യം ഒന്ന് കാണാം. ഇവിടെ ഇവിടെ നമുക്ക് റൈസ് കാണാം. ഇത് എന്തരിയാണ്? ഇത് നമ്മുടെ സാധാ റൈസാണ്, നമ്മുടെ റേഷൻ റൈസാണ്. ഇത് നമ്മുടെ ബിരിയാണി റൈസ് അല്ല. ബിരിയാണി റൈസ് അല്ല, കരയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധാ റൈസ് എന്ന് പറയുന്നത്. സാധാ റൈസ് ഇട്ട് വെന്തത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇട്ട് വെന്തെന്ന് പറയാൻ കാരണം എന്താ? കാരണം എല്ലാം ഇട്ട് വരുന്നത് കൊണ്ടാണ്. ഇറച്ചി മസാല എല്ലാം ഇട്ട് വെക്കുന്നതാണ് ഇട്ട് വെന്തെന്ന് പറയുന്നത്. ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി നമ്മൾ സാധാരണ സെറ്റ് ബിരിയാണി അങ്ങനെയല്ലേ പറയുന്നത്. ഇത് ഒന്നായിട്ട് അങ്ങനെ മസാല ഇറച്ചി അതൊക്കെ ഇട്ട് അപ്പൊ ഇട്ട് വെന്ത ബിരിയാണി. ഇതാണ് ഇവിടുത്തെ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിക്കൊന്നിനെന്ന് പറയുമ്പോ റൈസും ഇറച്ചിയും കറക്റ്റ് ആയിരിക്കും. 1 കിലോ ഇറച്ചി 1 കിലോ റൈസ് ആയിരിക്കും. 1 കിലോ ഇറച്ചിക്ക് 1 കിലോ അരി. അങ്ങനെ വരുമ്പോ ഒരു ചെമ്പിൽ എത്ര കിലോ പോകും അരി? 35 കിലോ. 35 തന്നെ ആയിരിക്കും. അതെ. നമ്മുടെ ഈ ചമ്പിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മളത് റേഷ്യോ ചെയ്യുക. ഇപ്പൊ വലിയ ചമ്പൊക്കെ ഉണ്ടോ, അത്ര വലിയ ചമ്പൊക്കെ ഉണ്ടോ, അപ്പൊ അതിൽ കൂടും. അപ്പൊ ഒരാൾക്ക് റൈസ് കിട്ടുമ്പോ അതിന്റെ റൈസും ഇറച്ചിയും ഒരുപോലെ ആയിരിക്കും. ഇത് ബാക്കിയുള്ള സദ്യയേക്കാൾ വളരെ പ്രത്യേകതയുള്ള സദ്യയാണ് ഇന്നത്തെ സദ്യ. എന്താണ് കാരണം? എന്താ? അത് ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദിന്റെ വിജയം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ടി ഇത് 2 തവണ നാട്ടിലുള്ള എല്ലാ വീടുകളിലും എത്തിക്കും. വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും. അപ്പൊ സ്ത്രീകൾക്ക് വീട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. എല്ലാവർക്കും രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാ വീടുകളിലേക്കും സാധനം എത്തി. ഇപ്പൊ നാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ
ഇപ്പൊ പ്രത്യേകിച്ച് ഈ കടമത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്ത 696 എന്നുള്ള വിജയലക്ഷ്യം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തറവാടാണ് കടമം. ആ ആഘോഷ പരിപാടി ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ഭയങ്കര ആവേശമാണല്ലോ. ആ പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ആ പരിപാടിയാണിത്. ആ ആവേശം നമുക്ക് ആ ബിരിയാണിയിലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആരാണ്? ഓക്കെ, DCC സെക്രട്ടറി, LTCC. എന്താണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒരു ബടാഖാന, എല്ലാവർക്കും ഭക്ഷണം. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ ലഡു കൊടുക്കും, അതും സ്ഥാനാർത്ഥി വിജയിച്ച് ഒരു 5-6 ദിവസത്തിനുള്ളിൽ പര്യടനം നടക്കും. ആ യൂണിറ്റ് കമ്മിറ്റി കുറച്ചാളുകൾക്ക് കൂടി നിൽക്കുന്ന കുറച്ച്, അങ്ങനെ വീടുകളിലേക്ക് എത്തിക്കുന്ന സിസ്റ്റം ഒന്നും കേരളത്തിൽ ഇല്ല. ഭക്ഷണം കൊടുക്കുന്ന സിസ്റ്റം ഒന്നുമില്ല. എന്താ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം എന്താ കാലങ്ങളായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഒരു ദൗത്യമാണോ ഇത്? ഒരു പുതിയ ദൗത്യമാണ്. എന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക വരാൻ കാരണം, നീണ്ട 37-40 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച ഒരു പ്രദേശമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ വളരെ വികസനപരമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമായിരുന്നു ലക്ഷദ്വീപ്. അതിനുശേഷം 10 വർഷം എതിരാളിയുടെ കയ്യിൽ ഭരണം പോയി. ലക്ഷദ്വീപിൻ്റെ ഇന്ന് വളരെ പാപ്പരത്വത്തിലാണ്, ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് നീണ്ട ഭൂരിപക്ഷം, കടമത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയാണ്. കാലാകാലങ്ങളിലായി 200-250 വോട്ട് ലീഡ് ചെയ്തിരുന്ന ഒരു പ്രദേശത്ത് 696 ലീഡ് ജനങ്ങൾ തന്നപ്പോൾ, എതിരാളികൾ പോലും കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ആദരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിക്ക്. ഇപ്പോൾ വലിയ ഇത്രയും എന്താ പറയുക 700 കിലോ ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതൊക്കെ നിങ്ങളെങ്ങനെ സംഘടിപ്പിക്കും? ജനങ്ങൾ ആവേശം കൊണ്ട് സംഭാവന ചെയ്തതാണ്. ആ കോൺഗ്രസിന്റെ വിജയത്തിൽ ആളുകൾ മതിമറന്നുകൊണ്ട് ജനങ്ങളുടെ സംഭാവനയിൽ നിന്നാണ്. ഇതിപ്പോ എപ്പോ തുടങ്ങി? ഇന്നലെ രാവിലെ മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ല ഇതിന്റെ? ഇന്നലെ ഉച്ചയോടുകൂടെ തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി. ഈ നാട്ടിലെ എല്ലാ വീടുകളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾക്കൊക്കെ വീടുകളിലേക്ക് എത്തിച്ചു. എല്ലാ സ്ത്രീകൾക്കും വീടുകൾ പാത്രത്തിൽ കൊണ്ടുപോകും. ഇല്ല, സുലഭമായി പാത്രത്തിൽ കൊടുക്കും. അങ്ങനെ അളവൊന്നുമില്ല. അവർക്ക് എത്രയാണോ ചോദിക്കുന്നത് അത്ര കൊടുക്കും. ഓക്കെ. അപ്പൊ ഇത് ഇവിടുത്തെ ഈ ജനങ്ങൾ മൊത്തം ഇവിടെ ഇങ്ങനെ കൂടുക, അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നേരത്തെ അനൗൺസ് ഒക്കെ ചെയ്ത് അങ്ങനെ ആളുകളെ അറിയിച്ച് അങ്ങനെ വരുന്നു. അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ, നേതാവ് ഇവിടെ ഉണ്ടല്ലോ, ലക്ഷദ്വീപിന്റെ പാർലമെന്റ് അംഗം ഇവിടെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം എല്ലാവരും സ്നേഹം പങ്കിടാനുള്ള ഒരു ബടാക്കാന എന്ന ദ്വീപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഒരു നിക് നെയിമാണ് ബടാക്കാന. വലിയ ഭക്ഷണം, വലിയ ഭക്ഷണം എല്ലാവരും കൂടി കഴിക്കുക എന്നുള്ള രൂപത്തിൽ. അതാണ് എല്ലാവരും ഒരു പ്ലേറ്റിൽ 4-5 ആളുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും, വീണ്ടും കഴിക്കും, ആദ്യം കഴിക്കും, അങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു രസകരമായ രീതിയാണ്. ലക്ഷദ്വീപിന്റെ ഒരു തനതായ ശൈലിയാണത്. മറ്റു എങ്ങനെ വെസലുകളിൽ വേറെ ദ്വീപിലേക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ അങ്ങനെയുണ്ട്. അവിടുത്തെ ഉള്ള ഒരു കണക്കൊന്നും ദ്വീപുകാർ മറ്റു ദ്വീപിലുള്ളവരെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആണ്. ഓക്കെ. ഏതായാലും ഇത് ഇവിടുത്തെ ഒരു എങ്ങനെ കോൺഗ്രസിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ കോൺഗ്രസ് ആണല്ലോ ഈ നാട്ടിലെ ശക്തി എന്ന് പറയുന്നത്. ഈ നമ്മള് ഈ നാട്ടില് പ്രസവിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ, 10 വർഷം നമ്മൾക്ക് ദ്വീപ് കിട്ടാതെ പോയി. എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അന്ന് അത് പല തെറ്റിദ്ധാരണയുടെ പുറത്ത് പൈസയും മറ്റു രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി ഈ സയ്യിദ് സാഹിബിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും ഒരു ലക്ഷ്യമായിരുന്നു. 36 വർഷം കോൺഗ്രസ് ഭരിച്ച ഒരു പ്രദേശത്ത് ഒരിക്കലെങ്കിലും PM സയ്യിദിനെ പരാജയപ്പെടുത്തണം. അതിന് അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ, കള്ളപ്പൈസകൾ എറിഞ്ഞ് കുട്ടികളെ, ചെറുപ്പക്കാരെയൊക്കെ വശീകരിച്ച്, അതുമാത്രമല്ല അന്ന് ഒരു ലക്ഷദ്വീപ് മൊത്തത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിരുന്നു. ഒരു സുനാമി ദുരന്തം, സൈക്ലോൺ അത് സംഭവിച്ചതിന് പുറത്ത് നമ്മുടെ ദ്വീപിലെ പലരും മറ്റ് പല ദ്വീപിലും പട്ടുപോയി. കരയിലായിട്ട് മറ്റ് ദ്വീപിലായിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടന്നിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ടൈമിൽ ഇവരെയൊക്കെ നാട്ടിലെത്തിക്കുവാനുള്ള കണക്ടിവിറ്റി ഇല്ലാതെയായി. അപ്പോൾ പലരും കോൺഗ്രസിൻ്റെ പലരും മറ്റ് ദ്വീപിൽപ്പെട്ടത് കാരണം അവർക്ക് അവിടെ വോട്ടിടാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ അതും പിന്നെ പല കള്ളപ്രചരണം കാരണമാണ് അന്ന് സയ്യിദ് സാഹിബ് പരാജയപ്പെട്ടത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ മകൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ വളരെ ആവേശത്തോടു കൂടി കോൺഗ്രസിനെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വീണ്ടും കോൺഗ്രസ് പാർട്ടി അധികാരം 600 വോട്ട് ഭൂരിപക്ഷം അല്ലേ? എപ്പോ ഇവിടെ 696 എന്ന് പറഞ്ഞാൽ
കോൺഗ്രസിന്റെ ഒരു കോട്ടയാണിത്. സയ്യിദ് സാഹിബ് ഉള്ള കാലം തൊട്ട് ഒരിക്കലും പരാജയപ്പെടാത്ത ഈ കടമത്ത് ദ്വീപിൽ PM സയ്യിദ് സാഹിബിന് പോലും ഇത്ര വലിയ ലീഡ് ഇതുവരെയും ഈ കടമത്ത് ദ്വീപിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. PM സയ്യിദ് സാഹിബിന് പോലും കൊടുക്കാൻ പറ്റാത്തത്തോളം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരമുള്ള ഒരു വലിയൊരു ലീഡിലേക്ക് ഈ നാട് മാറി. നിങ്ങളുടെ MP യെ കുറിച്ചിട്ടൊരു MP യുടെ ഒരു പോസിറ്റീവ് വശങ്ങൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞ 5 കാര്യം പെട്ടെന്ന് പറയണം. MP ഏറ്റവും ആദ്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത. 2 ഏറ്റെടുത്ത കാര്യം കൃത്യമായിട്ട് ചെയ്തിരിക്കും. 3 ഒരു വാക്ക് പറഞ്ഞിട്ട് ദ്വീപിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ ആ ഏറ്റെടുത്ത കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. വെറും വാക്ക് പറഞ്ഞ പാരമ്പര്യം അദ്ദേഹത്തിനില്ല. 5 സയ്യിദ് സാഹിബിന്റെ മകൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വാക്കുകളേക്കാൾ ഉപരി പ്രവൃത്തിയിൽ കാണിച്ചു തരികയാണ് അദ്ദേഹം. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും. പ്രവൃത്തിയാണ് ചോദിക്കാൻ പറഞ്ഞു. ഇതില് പിന്നെ എന്തൊക്കെയാണ് ഈ ബിരിയാണിയുടെ കൂട്ടുകൾ എന്തൊക്കെയാണ്? കൂട്ടുകൾ സാധാരണഗതിയിൽ ബിരിയാണിക്ക് ബിരിയാണി മസാല, മീറ്റ് മസാല, ഇതാണ് മിക്സഡ്. പിന്നെ മഞ്ഞളും ഗരം മസാലയും ഉപയോഗിച്ച് മിക്സഡ് ആയിട്ട് ചെയ്യുന്ന ബിരിയാണിയാണ് ലക്ഷദ്വീപ്. ഇവിടുത്തെ ഒരു കല്യാണത്തിനൊക്കെ പുതിയാപ്പിള വന്നാലൊക്കെ കൊടുക്കുന്ന ചോറാണോ ഇത്? അല്ല, അതൊക്കെ നെയ്ച്ചോറും നല്ല സമൃദ്ധമായ ഭക്ഷണം കൊടുക്കും. ഈ മൊത്തത്തിൽ ബിരിയാണി എന്ന് പറയുന്നത് കൂട്ടായിട്ട് ഇങ്ങനെ കമ്പനി ആയിട്ട് കഴിക്കുന്ന. അപ്പൊ എത്ര ചെമ്പ് വെച്ചു ഇവിടെ? 20 ചെമ്പ്. 20 ചെമ്പ് വെച്ചു. അപ്പോ രണ്ടും ഒന്നാകുന്നത് കൊണ്ട് സെപ്പറേറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല. കൊടുക്കാൻ എളുപ്പമാണ്, കഴിക്കാനും എളുപ്പമാണ്. അപ്പൊ ഏതായാലും ഇവിടുത്തെ ഒരു ബിരിയാണി വെക്കല് മാത്രമല്ല, അത് കഴിക്കലും അത് കൊണ്ടുകൊടുക്കലും ഒക്കെ കൂട്ടായ്മയിൽ നിന്നാണ്. ആ കൂട്ടായ്മ ആയിരിക്കണം 696 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ ഒരു ഐലൻഡിൽ മാത്രം ഹംദുള്ള സയ്യിദ് MPക്ക് ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ പുറനാടുകളിൽ കേൾക്കുന്നത് ഏറ്റവും സ്നേഹമുള്ള ജനങ്ങൾ, ഇവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളത്തെ പോലെ ഉള്ള മനസ്സുള്ള ആളുകൾ എന്നാണ് ലക്ഷദ്വീപിനെ ജനങ്ങളെ കുറിച്ച് നമ്മുടെ മലയാളികളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാറുള്ളത്. ഏതായിരുന്നാലും അത് നമുക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. ഇവരുടെ ഒരു ആഘോഷം, ഇവരുടെ വിഭവം, അതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മൾ വരും ദിവസങ്ങളിലും ഇവിടെയുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഓരോ രംഗങ്ങളും നമുക്ക് ഒപ്പിയെടുത്ത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്താ പറഞ്ഞ രാഹുൽ ഗാന്ധി? നമ്മൾ ഡൽഹിയിൽ ജയിച്ചതിന് ശേഷം ആദ്യം ലക്ഷദ്വീപിൽ നിന്ന് 1045 പേര് ഡൽഹിയിലേക്ക് എന്നോടൊപ്പം പോയി. അപ്പൊ അവിടെ നമ്മൾ ഡൽഹിയിൽ താമസിച്ച സമയത്ത് നമ്മളെ വെപ്പ് താജുദ്ദീൻ ആയിരുന്നു. അതെ, രാഹുൽ ഗാന്ധി ടേസ്റ്റ് ചെയ്താ? ഞങ്ങൾ മാത്രം, പോയ ആൾക്കാർ മാത്രം. രാഹുൽ ഗാന്ധി ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ എന്താ ഒരു ജയത്തിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഭക്ഷണമൊക്കെ വെച്ച് വിടുമ്പോ എന്നുള്ളൊരു, നമ്മുടെ നാട്ടിലൊക്കെ ലഡുവാണ് കൊടുക്കുക മാക്സിമം. ഞങ്ങൾ ലഡു ഓൾറെഡി ഇലക്ഷൻ ജയിച്ച സമയത്ത് കൊടുത്തു കഴിഞ്ഞു. ഇവിടുത്തെ ഓരോ നാട്ടിലെ നേതാക്കന്മാർ ഓരോ നാട്ടിലും അവരാഘോഷിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ഇത് ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി ഒരു നാട്ടുകാർ തന്നെ ചോറ് വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഇതാണ് അത്. കാരണം അത്രയും വലിയ ഭൂരിപക്ഷത്തിലാണ് ലക്ഷദ്വീപിലെ ജനം നമ്മളെ ജയിച്ച് പാർലമെന്റിലേക്ക് അയപ്പിച്ചത്. ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരനൊരാളോട് MPയെ കുറിച്ച് ഒറ്റവാക്കിൽ 5 കാര്യം പറയാൻ പറഞ്ഞപ്പോൾ 3 സെക്കൻഡിനുള്ളിൽ 5 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് നാട്ടുകാരെ കുറിച്ച് MP 5 കാര്യം എങ്ങനെ പറയുമെന്ന് അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. സമയം എടുക്കാൻ പാടില്ല. 5 സെക്കൻഡിനുള്ളിൽ 5 കാര്യം പറയണം. നല്ല മനസ്സുള്ള ആൾക്കാരാണ്, ആത്മാർത്ഥത ഉള്ള ആൾക്കാരാണ്, സത്യസന്ധരാണ്, അധ്വാനിക്കുന്ന ആൾക്കാരാണ്, പിന്നെ നല്ല വിശ്വസ്തന്മാരാണ്. ഇത് തന്നെയാണ് അവര് തിരിച്ചും പറഞ്ഞത്. ബ്ലോക്ക് പ്രസിഡന്റാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനങ്ങളായിരിക്കും. ഒരു DC സെക്രട്ടറിയാണ് ഇത്. ചോറ് വെച്ച് തന്നത്. അപ്പൊ ശരിയാണ്, നമ്മളെ DCC പ്രസിഡന്റാണ് ചോറ് ഡൽഹി കൊണ്ടുപോയിട്ട് പോലും വെച്ചു കൊടുത്തെന്ന് പറയുമ്പോ ആ സംഘടനാ തലത്തിൽ ജനങ്ങളും നേതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം അത് അത്ര വലുതാണ്. ഞങ്ങളെ മാതൃക PM സയ്യിദാണ്. അതിന്റെ അപ്പുറം പിന്നെ ഒന്നും അനകാലം ഒന്നുമില്ല. ആ PM സയ്യിദിലൂടെ ഞങ്ങൾ വരുന്നത്. ആ സ്വഭാവം ഞങ്ങളിലുണ്ട്. ഇപ്പൊ ഈ PM സയ്യിദ് സാഹിബ്
കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്കായിരിക്കും ലക്ഷദ്വീപില് അത്ര. പക്ഷെ പുതിയ തലമുറ എങ്ങനെയാണ് PM സയ്യിദ് സാഹിബിനെ മനസ്സിലാക്കി? PM സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നമ്മളെ പഴയ തലമുറ പറഞ്ഞു തന്ന, പുതിയ തലമുറക്ക് പഴയ തലമുറ പറഞ്ഞു തന്ന ചരിത്രങ്ങൾ അത് ജീവിക്കുന്ന ഒരു PM സയ്യിദായിട്ട് ഇന്നും മനസ്സിൽ കാണുന്നുണ്ട്. അതാണ് ആ PM സയ്യിദിലൂടെയാണ് ഹംദുലില്ലാഹ് ഞങ്ങൾ കാണുന്നത്. ആ PM സയ്യിദ് കാണിച്ചിരുന്ന സത്യസന്ധത, ജനങ്ങളോടുള്ള കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, എവിടെ ആർക്കും വിളിക്കാൻ പറ്റുന്ന ദൂരത്തുള്ള ഒരു PM സയ്യിദും അതുപോലെ അതിന് ശേഷമുള്ള MPയും, അങ്ങനെയാണ് ഞങ്ങൾ ഹൃദയത്തിൽ ഞങ്ങൾ ഭാഗമായി കാണുന്ന ഞങ്ങളെ ദീനുണ്ടല്ലോ, ഇസ്ലാം. ആ ഇസ്ലാം ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കുന്ന ഹൃദയവും എല്ലാം ഒന്നാണ്. ആ രൂപത്തിലാണ് ഞങ്ങളോട് ഇടപഴകുക. ഞങ്ങളെ ദീനും ഞങ്ങളെ സംഘടനാ രൂപവും ഞങ്ങളെ രാഷ്ട്രീയവും എല്ലാം ഈ രൂപത്തിൽ. ഞങ്ങളെ രാഷ്ട്രീയ നേതാവാണോ? ആണ്. ഞങ്ങളെ മതപരമായ നേതാവാണോ? ആണ്. ഞങ്ങളെ സുഹൃത്താണോ? ആണ്. ഈ രൂപത്തിലാണ് ഞങ്ങളുടെ പാർട്ടി തലത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം.